നമസ്കാരം. രാജ്യത്ത് പുതിയ GST ഘടന നിലവിൽ വന്നു. GST 2.0 എന്നറിയപ്പെടുന്ന ചരക്ക് സേവന നികുതിയുടെ പ്രധാന പരിഷ്കരണമാണ് പ്രാബല്യത്തിൽ വന്നത്. GST പരിഷ്കാരം നിലവിൽ വന്നതോടെ വിലക്കുറവിന്റെ ഉത്സവത്തിനാണ് സെപ്റ്റംബർ 22-ന് രാജ്യമാകെ കൊടിയേറുന്നത്. നിത്യജീവിതത്തിൽ കാര്യമായി ഉപയോഗിക്കുന്ന 453 ഉൽപ്പന്നങ്ങളുടെ നിരക്കിലാണ് 22 മുതൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിൽ 40 എണ്ണത്തിനൊഴികെ ബാക്കി എല്ലാത്തിലും നികുതി കുറയുമെന്നതിനാൽ വില കുറയും. 5, 12, 18, 28 എന്നീ സ്ലാബുകൾക്ക് പകരം 5, 18 എന്നീ സ്ലാബുകൾ മാത്രമാകും ഇനി ഉണ്ടാവുക. കൂടാതെ ആഡംബര ഉൽപ്പന്നങ്ങൾക്കും പുകയില, സിഗരറ്റ് പോലെ ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും 40% എന്ന ഉയർന്ന നിരക്കും നടപ്പാക്കുകയാണ്. വിലക്കുറവിന്റെ ഗുണം സർക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. പുതുക്കിയ GST നിരക്ക് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്നും എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടാകുമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. ഇടത്തരം വാഹനങ്ങളുടെ GST 18% വിലക്കുറവ് ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാൻ വാഹന നിർമ്മാതാക്കൾ തയ്യാറായിട്ടുണ്ട്. വാഹന വിപണിയിലടക്കം ഈ വിലക്കുറവ് പ്രതിഫലിക്കും. ഇന്ന് മുതൽ വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിലും പ്രദർശിപ്പിക്കും. ലൈഫ്, ആരോഗ്യ, ജനറൽ ഇൻഷുറൻസ് പോളിസികൾ, 33 ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെയും GST ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വിലയിൽ 1 രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിഷ്കാരം നിലവിൽ വരുന്നതോടെ 175 ഉൽപ്പന്നങ്ങളുടെ വില കുറയും. 48,000 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇത് വിൽപ്പന വർദ്ധിക്കുന്നതോടെ മറികടക്കാമെന്നാണ് സൂചന. വിലക്കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വിപണിയിൽ നിരീക്ഷണം തുടരുമെന്നും സർക്കാർ അറിയിച്ചു. പാലുൽപ്പന്നങ്ങൾക്കും GST ഇളവ് ലഭിച്ചതോടെ മിൽമയുടെ പാലുൽപ്പന്നങ്ങൾക്ക് ഇന്ന് മുതൽ വില കുറയും. നെയ്യ്, വെണ്ണ, പനീർ, ഐസ്ക്രീം തുടങ്ങി 100-ലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് കുറയുന്നത്. മിൽമ നെയ്യ് 1 ലിറ്ററിന് 45 രൂപ കുറയും. 240 രൂപയുണ്ടായിരുന്ന 400 ഗ്രാം വെണ്ണ 15 രൂപ കുറഞ്ഞ് 225 രൂപയ്ക്ക് ലഭിക്കും. 500 ഗ്രാം പനീറിന്റെ വില 245 രൂപയിൽ നിന്ന് 234 രൂപയായി കുറയും. 1 ലിറ്റർ മിൽമ വാനില ഐസ്ക്രീമിന്റെ വില 220 രൂപയിൽ നിന്ന് 196 രൂപയായും കുറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ഷേവ് ലോഷൻ, ഫേസ് ക്രീമുകൾ, പൗഡർ, എണ്ണ, ഷാംപൂ, സോപ്പ് തുടങ്ങിയവയ്ക്കും വില കുറഞ്ഞേക്കും. ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിൽ AC-കൾ, ഡിഷ് വാഷുകൾ, TVകൾ, വാഷിംഗ് മെഷീൻ എന്നിവയ്ക്ക് വില കുറഞ്ഞേക്കും. ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ, ഗ്ലൂക്കോമീറ്ററുകൾ തുടങ്ങിയവയുടെ GST 5% കുറച്ചതിനാൽ അവയുടെ വിലയും കുറഞ്ഞേക്കും. അതേസമയം സംസ്ഥാനത്തെ ലോട്ടറിയുടെ GST കൂടിയെങ്കിലും ടിക്കറ്റിൽ വില കൂടില്ല. നിലവിലെ ടിക്കറ്റ് നിരക്ക് തുടരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. സമ്മാനത്തുകകളുടെ എണ്ണത്തിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്താനാണ് തീരുമാനം. കമ്മീഷനിലായിരിക്കും വലിയ കുറവുണ്ടാവുക. ലോട്ടറി GST 28% നിന്ന് 40% കൂടിയത്. വിലക്കുറവ് സംബന്ധിച്ച് കർശന നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. കമ്പനികൾ വിലക്കുറവിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കും. GST പരിഷ്കരണം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കുമെന്നും സർവേമുഖ പുരോഗതിയിലേക്ക് എത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. ഇത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കുതിപ്പേകും. സ്വദേശി ഉൽപ്പന്നങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പരിഷ്കരിച്ച GST നിരക്കുകൾ തിങ്കളാഴ്ച നിലവിൽ വരാനിരിക്കെ ഞായറാഴ്ച വൈകുന്നേരം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു.